കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് നിങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് സോമൻ മത്തായിയുമായിട്ടുള്ള വീഡിയോ കണ്ട് കണ്ട നിങ്ങൾക്കെല്ലാവർക്കും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാണാത്തവർക്ക് ഇനിയും പോയി കാണാം. അതായത് ഒരു മനുഷ്യായുസ്സിൽ എങ്ങനെ ഒരു ജീവിതം തൻ്റെ ചെറുപ്രായം മുതലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിയത് എന്ന് വരുന്ന തലമുറയ്ക്കും ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് ആണ് മിസ്റ്റർ സോമൻ മത്തായി തൻ്റെ ജീവിത കഥ നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. ഇത് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. പക്ഷേ ഇനി ഈ എപ്പിസോഡിൽ, അതായത് ഏറ്റവും മധുരകരമായ കാര്യം ഏറ്റവും ലാസ്റ്റ് എന്ന രീതിയിൽ ഈ എപ്പിസോഡിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് സോമൻ മത്തായി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രവാസിയാകുമ്പോൾ ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും കുടുംബം രക്ഷപ്പെടുത്തണം, സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ പലരും നമ്മളുടെ കാര്യം നോക്കാൻ മറന്നു പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറിയ വരുമാനമാണെങ്കിലും വലിയ വരുമാനമാണെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു തുക നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മളോട് മിസ്റ്റർ സോമൻ മത്തായി വളരെ വിശദമായിട്ട് സംസാരിക്കും. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഫൈനാൻസ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് നമുക്ക് ഭാവിയിലേക്ക് നമ്മൾക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാൻ പറ്റും, ഇതേപ്പറ്റി നമ്മളോട് മിസ്റ്റർ സോമൻ മത്തായി ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. മറക്കരുത്. ഇത് പ്രവാസികൾക്ക് മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രയോജനമുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഓർക്കുക, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം. പക്ഷേ സമ്പത്ത് വളരെയധികം ഇല്ലെങ്കിലും നമ്മൾക്കുള്ളതിൽ നിന്ന് ചെറിയൊരു തുക മാറ്റിവെച്ച് നമ്മൾക്കെങ്ങനെ നമ്മുടെ മുമ്പോട്ടുള്ളൊരു ജീവിതം എങ്ങനെ നമ്മൾക്ക് സന്തോഷവും സമാധാനപരമായിട്ട് പോകാൻ പറ്റും, നമ്മുടെ ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതെ, ഈ പ്രാവശ്യം നമ്മളോട് മിസ്റ്റർ സോമൻ മത്തായി വളരെ വിശദമായിട്ട് തൻ്റെ ഷെയർ ബിസിനസ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം വരൂ, നമ്മൾക്ക് അത് മിസ്റ്റർ സോമൻ മത്തായിൽ നിന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പം നമ്മൾ കേട്ടത് വളരെ നീണ്ട ഒരു കഥയാണ്. എനിക്കറിയാം ഒത്തിരി നീണ്ടത്, പക്ഷേ ഇതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ചോദിക്കാം, ഇപ്പം നിങ്ങളിപ്പം കുവൈറ്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഹസ്ബൻഡും വൈഫും ഇപ്പം നാട്ടിലാണ്. അപ്പം നാട്ടിലെ നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയുണ്ട്? 2016 ഞങ്ങൾ റിട്ടയർ ചെയ്തു. ഒരു വർഷം കൂടെ ഞങ്ങളുടെ മോൻ്റെ വിസയിൽ നാട്ടിൽ നിന്നു. നാട്ടിലല്ല, കുവൈറ്റിൽ നിന്നു. 2017 തൊട്ടാണ് ഞങ്ങളിവിടെ താമസം തുടങ്ങിയത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഞങ്ങൾ ഒരു വട്ടം എങ്ങാണ്ട് കുവൈറ്റിൽ ഒന്നുകൂടെ പോയി. പിന്നെ ഇളയ മോള് ലണ്ടനിലുണ്ട്, അവിടെ അടുത്തും പോയി ഒരു വട്ടം. അത് കഴിഞ്ഞാൽ ഫുൾ ഞങ്ങൾ നാട്ടിൽ. മക്കളൊക്കെ മൂന്ന് പേരും കാരണം 2 പേര് കുവൈറ്റിലാണ്, ഒരാൾ UK യിലുമാണ്. അവർ 2 പേരും എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് MBA ചെയ്തവരാണ് 2 പേരും, മൂത്തവർ 2 പേരും. ഇളയ മോള് മെഡിസിൻ കഴിഞ്ഞിട്ട് അവൾ MDക്ക് വേണ്ടിയാണ് UK പോയത്. പക്ഷെ ഇപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. MD കഴിഞ്ഞിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞു. കൊച്ചുമക്കളുണ്ട്. എല്ലാവർക്കും 2 മക്കളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 6 കൊച്ചുമക്കളുടെ അപ്പച്ചനും അമ്മച്ചിയാണ്. വളരെ സന്തോഷമായിട്ട് പിള്ളേരൊക്കെ എപ്പോഴും വിളിക്കും. വളരെ സന്തോഷം. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതിനാണ്, നമുക്ക് ആദ്യകാലങ്ങളിൽ തൊട്ട് ചെറിയ സേവിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ റിട്ടയർമെൻറ്റ് കാലത്ത് നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. ഈവൻ മക്കളോട് പോലും ചോദിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ സേവിങ്സ് ഈസ് ഇനഫ്, ഗുഡ് ഇനഫ് ടു സർവൈവ്. ഇനിയിപ്പോൾ എത്ര വയസ്സ് കാണുമ്പോൾ ജീവിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മളിനി എങ്ങനെയാ ഈ മാസ ശമ്പളമൊക്കെ ഇല്ലല്ലോ എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാൽക്കുലേഷൻ പറയും. എപ്പോഴും ഞാൻ മോളക്കുട്ടിയോട്, വൈഫിനോട് പറയും, എടി എന്തിനാ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സപ്പോസ് നമുക്കിപ്പം നമ്മുടെ സേവിങ് 50 ലക്ഷം രൂപയുണ്ടെന്നിരിക്കട്ടെ. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഏതാണ്ട് നമ്മൾ 60 അന്ന് പറഞ്ഞതാ കഴിയുമ്പോൾ 60-65 വയസ്സായി. ഇനി എത്ര വർഷം ജീവിക്കും? 15 വർഷം ജീവിച്ചാൽ 80 വയസ്സാകും. 65 15 80 ആയില്ലേ?
ഈ 15 വർഷത്തേക്ക് നിൻ്റെ സേവിങ്ങിനെ അതിനെ 50 തന്നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിനക്ക് ഇയർലി നിനക്ക് 3 ലക്ഷത്തിലധികം രൂപ നിനക്ക് സേവിങ് കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, ഇത് ആക്ച്വൽ ഫിഗർ അല്ല. നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇപ്പം ഉള്ളവർ ഇപ്പം കുവൈറ്റിലോ നാട്ടിലുള്ളവരോട് ഈ പൈസ എങ്ങനെ സേവ് ചെയ്യണം അവർ ഞാൻ പറയും. കാരണം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കുവൈറ്റിൽ ഏതാണ്ട് ഈ ഇൻവേഷൻസിന് തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ നമ്മുടെ ഈ റിലയൻസിൻ്റെ ഷെയർ അന്ന് പബ്ലിക് ഇഷ്യൂ ആദ്യമായിട്ട് വരിക. അന്നത് 14 രൂപയ്ക്കോ 29 രൂപയ്ക്കോ കണ്ടാണ് അവർ വിറ്റത്. അപ്പോൾ അന്ന് എൻ്റെ കാശില്ല. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ഗോവക്കാരനുണ്ടായിരുന്നു, അയാൾ ഇത് വാങ്ങുന്നു. അയാൾ അന്ന് 500-ന് അപ്ലൈ ചെയ്യുന്നു. അയാളെ കാശുണ്ട്, കാരണം അയാൾ സീനിയർ ആയതുകൊണ്ട്. എൻ്റെ കാശില്ല. ഞാനപ്പോൾ അന്നേരം പുള്ളിയോട് എനിക്കും ഇത് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു ലോൺ എടുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫ് റേറ്റിൽ ലോൺ കിട്ടും. അപ്പോൾ ഞാൻ ആ ലോൺ എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്തു. ഇവളുടെ പേരിലും കുറച്ച് അപ്ലൈ ചെയ്തു, എൻ്റെ പേരിലും അപ്ലൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ 2 പേർക്കും അലോട്ട്മെൻറ്റ് കിട്ടി. ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴേ അപ്പോൾ ഈ ഷെയർ ഇങ്ങനെ പലപ്പോഴും അവർ ബോണസ് ഇഷ്യൂ ചെയ്തു, ഡിവിഡൻഡ് തന്നു, ഇതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് നാട്ടിൽ നല്ലൊരു വണ്ടി, കുവൈറ്റിൽ നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ടൊയോട്ട പ്രാഡോയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അന്നേരം ഒരു മേഴ്സിഡീസ് ബെൻസ് വാങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അപ്പോൾ അന്നേരം ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു 40 ലക്ഷം രൂപ അതിന് വിലയുള്ളതെന്നായിരുന്നു വിചാരിച്ചത്. ഇവിടെ വന്ന് ആ വണ്ടി കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് 63 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ അന്നേരം 40 ലക്ഷം ഞാൻ നേരത്തെ അസ്യൂം ചെയ്ത പൈസ എൻ്റെ കയ്യിലുണ്ട് സേവിങ്, ഈ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റും അതും എല്ലാം കൊണ്ട് ഇട്ടിട്ട്. അപ്പം ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ പിന്നെ 23 ലക്ഷം രൂപയുടെ വേണം. അപ്പം ഞാൻ നോക്കിയപ്പം ഈ അന്ന് 29 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ അതിൻ്റെ പകുതി വിറ്റാൽ എനിക്കിപ്പോൾ 23 ലക്ഷം രൂപ കിട്ടും. മനസ്സിലായോ? ആ, അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ അതങ്ങ് വിറ്റ് കഴിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി റെഡി ക്യാഷ് കൊടുത്ത് ഈ വണ്ടി വാങ്ങിച്ചു. എനിക്ക് വലിയ ഓട്ടം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു ആഗ്രഹം, മനസ്സിൻ്റെ ആഗ്രഹം അതുകൊണ്ട് അങ്ങ് നടന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അല്ലാത്ത നമ്മളിതിന് മാറ്റി വെക്കേണ്ടാത്ത സേവിങ് ഒന്നും നമ്മളിതിന് എടുത്തില്ല. നമ്മൾ ഈ ലക്ഷറി എൻജോയ് ചെയ്യുമ്പോഴേ നമ്മളുടെ പൈസ ഇല്ല, അല്ലെങ്കിൽ കടമെടുത്ത് ലക്ഷറി എൻജോയ് ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു താല്പര്യമില്ല. അതല്ല വേണ്ടത്. നമ്മൾ ചെറിയ ചെറിയ സേവിങ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഈ വണ്ടി വാങ്ങാൻ പറ്റി. ഇപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സേവിങ് ചെയ്യണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം ഇപ്പം നമ്മളെ കൊണ്ട് അന്നേരം ഇച്ചിരി ഞെരുങ്ങി. കാരണം അന്നേരം ഞങ്ങൾക്ക് 2 ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം. ഈ പറയുന്നതിലൂടെ 12 പേരുടെ പഠിത്തം, താഴോട്ടുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം പഠിത്തം, എല്ലാ അച്ഛത്തിനും എല്ലാ മാസവും 2 ഫാമിലിയിലും ഞങ്ങൾ മൂത്തവരായതുകൊണ്ട് 2 ഫാമിലിയിലും ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മീറ്റ് ചെയ്യാൻ പ്രയാസം. പക്ഷേ എന്നാലും അല്പം ഞെരുങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ പല കമ്പനിയുടെയും സ്റ്റേറ്റ് ബാങ്ക്, അന്ന് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഷെയർ വാങ്ങിച്ചു. അങ്ങനെ നല്ല നല്ല കമ്പനികളുടെയൊക്കെ ഷെയർ വാങ്ങിച്ചു. അപ്പോൾ അതിവിടെ റിട്ടയർമെൻറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് നോർമലായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് ഷെയറിനെ പറ്റി ഒരു വിവരവുമില്ല. അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിവില്ല. അപ്പം നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഈ ഷെയർ. NRIs ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ട്രേഡ് ചെയ്യാൻ എന്നും വാങ്ങി വിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് അന്നത്തെ കാലത്ത് ഈ ഇൻവെസ്റ്റ് ചെയ്തത്. ഷെയർ വാങ്ങുക, നമ്മൾ അല്പം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ബ്രോക്കറേജ് മണി. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി കമ്പനിക്കാരുണ്ട്. എല്ലാ ബാങ്കുകാരും ഈ ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. ICICI ബാങ്ക്, HDFC, സ്റ്റേറ്റ് ബാങ്ക്, ഇവരെല്ലാം തരുന്നുണ്ട്. അവിടെ ആദ്യം നമ്മളൊരു ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ നമുക്ക് ഈ ട്രേഡിംഗ് ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ചെയ്യാൻ പറ്റും. നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ഷെയർ വാങ്ങിച്ച് നമുക്ക് നമ്മുടെ ഒരു ഷെയർ വേണേലും വാങ്ങാം. ഒരു ഷെയറിന് ഇപ്പോൾ 2000 രൂപ. ഫോർ എക്സാമ്പിൾ റിലയൻസ് ആണ് 1600 രൂപ. ഓക്കെ, സ്റ്റേറ്റ് ബാങ്കിനാണെങ്കിൽ അതായത് 760 രൂപ. ഒരു ഷെയർ വേണേലും നമുക്ക് വാങ്ങാം. അത് 100 ഷെയർ വേണേലും വാങ്ങാം. അപ്പോൾ നല്ല കമ്പനികൾ നോക്കി, ലിസ്റ്റഡ് കമ്പനികൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് വിൽക്കാൻ വേണ്ടി അല്ല നമ്മൾ വാങ്ങേണ്ടത്.
ഫോർ ഫ്യൂച്ചർ, ഫോർ ലോങ് ടൈം സേവിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ട് കഴിയുമെങ്കിൽ നമ്മളൊരു സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ഇതുപോലെ നമ്മൾ റിട്ടയർ ചെയ്ത് വരുമ്പോൾ നമുക്കൊന്ന് വളരെയധികം ബെനിഫിഷ്യലാകും. അപ്പോൾ ഈ ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ നേരത്തെ അവിടെ വെച്ച് കുവൈറ്റിൽ വെച്ചപ്പോൾ പിന്നെ ഞാനിത് കുറച്ചുകൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ട്രേഡിങ്ങും തുടങ്ങി. അപ്പോൾ ഞാൻ US സ്റ്റോക്സും വാങ്ങുമായിരുന്നു. US-ൻ്റെ സ്റ്റോക്സ് അന്ന് നമുക്ക് ട്രേഡ് ചെയ്യായിരുന്നു, കുവൈറ്റിൻ്റേത് ട്രേഡ് ചെയ്യായിരുന്നു, ഇന്ത്യയുടെ ട്രേഡ് ചെയ്യായിരുന്നു. ഇത് മൂന്നും ഞാൻ വാങ്ങും, ലാഭം വരുമ്പം വിൽക്കും. അങ്ങനെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഫോർ എക്സാമ്പിൾ വാൾമാർട്ടിന്റെ ഷെയർ നമ്മൾ വാങ്ങി 2000 കൊടുത്ത് വാങ്ങിച്ചു, ഒരു ഷെയർ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ നോക്കുമോ ഇതിന്റെ എന്ന് അപ്പോൾ ഇത് പോർട്ട്ഫോളിയോ ഈ പോർട്ട്ഫോളിയോ അക്കൗണ്ടുകാർ എന്നും അതിൻ്റെ വാല്യൂ തരും നമുക്ക്. ഇപ്പോൾ ഈ 2000-ന് വാങ്ങിച്ച ഇന്ന് 1900 ആണോ 2100 ആണോ എന്ന് അവർ തരും. അപ്പോൾ തീരുമാനിക്കേണ്ട നമ്മളാണ്. ഒന്നിൽ നമുക്ക് ഈ നഷ്ടം ബുക്ക് ചെയ്തിട്ട് അങ്ങ് വിൽക്കാം, ഇത് ഈ കമ്പനി ഇനിയും മുമ്പോട്ട് പോകത്തില്ലെന്ന് കണ്ട്. അതല്ല എങ്കിൽ താഴോട്ട് പോകും. അതല്ല എങ്കിൽ നമുക്ക് പിന്നെ ഇത് ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം വിറ്റിട്ട് വേറൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാം. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം, നമ്മൾ കടം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മുടെ സേവിങ്സിൽ നിന്ന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്നിട്ടൊരു പരിധി വെക്കാം. നമുക്ക് 10% അല്ലെങ്കിൽ 20% എൻ്റെ ക്യാപിറ്റൽ പോയാലും എനിക്ക് വിഷമിക്കേണ്ടി വരത്തില്ല, നാളെ ഇത് റിക്കവർ ചെയ്യും. അങ്ങനെ ഒരു പരിധി വെച്ച് കഴിഞ്ഞാണ് നമ്മൾ ട്രേഡ് ചെയ്തെങ്കിൽ നമുക്ക് യാതൊരു വിഷമവുമില്ല. അല്ല, അതിപ്പോ എനിക്ക് പറയാൻ പറ്റും, അമേരിക്കയിലൊക്കെയാണ് എസ്പെഷ്യലി നേഴ്സസ് ഒക്കെ ആണെങ്കിൽ ഒരു ഓവർ ടൈം ചെയ്തിട്ട് അതങ്ങോട്ട് ഇട്ടാല് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് പറയാൻ ഓക്കെ ഇനി മാർക്കറ്റ് ഒരു 10% കർഷം വന്നാലും ഐ എം നോട്ട് വറീഡ് എന്നുള്ള രീതിയിൽ. കാരണം നമ്മളത് പിന്നെ നോക്കുന്നില്ല. അത് പിന്നെ അതുപോലെ നല്ല ലാഭം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം, അത് നല്ല പ്രോഫിറ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ US സ്റ്റോക്സിനകത്തു നിന്നൊക്കെ ഞാൻ കൊച്ചു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. $10,000-5000 അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് കുവൈറ്റ് ഇതുപോലെ യുദ്ധം കഴിഞ്ഞ് പിന്നെ കുവൈറ്റിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കുവൈറ്റിൻ്റെ ഷെയറൊക്കെ ഒത്തിരി ഡൗൺ ആയിരുന്നു. അപ്പം എനിക്ക് കുവൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്, ഇന്ത്യൻ പോർട്ട്ഫോളിയോ ഉണ്ട്, അമേരിക്കൻ പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ആ കുവൈറ്റിൽ പോർട്ട്ഫോളിയോയുടെ നഷ്ടം ഞാൻ നികത്തിയത് അമേരിക്കൻ പോർട്ട്ഫോളിയോയുടെ പൈസയും കൊണ്ടാണ്. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കിതെല്ലാം ലിക്വിഡേറ്റ് ചെയ്യണമായിരുന്നു. ഈ US-ഉം കുവൈറ്റും ലിക്വിഡേറ്റ് ചെയ്യണമായിരുന്നു. കീപ്പ് ചെയ്യായിരുന്നു. ഞാൻ മോന് പവർ ഓഫ് അറ്റോർണിയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്നാലും വേണ്ടാന്ന് വിചാരിച്ചു, ഞാൻ അങ്ങ് ലിക്വിഡേറ്റ് ചെയ്തു. ഇന്ത്യൻ ഷെയർ മാത്രമേ ഇവിടെ വന്നിട്ട് പിന്നെ അത് റെസിഡൻ്റ് ആയി. ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത് നമുക്കിത് ഭയങ്കര സ്ട്രെസ്സാണ്. ഇല്ല, നമ്മളത് അങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സേർട്ടൺ എമൗണ്ടും സേർട്ടൺ പാരാമീറ്റർ വെച്ചാണ് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് നോ സ്ട്രെസ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ശരിയാ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റൊക്കെ ഇപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒത്തിരി ഡൗണാണ്. അതിന് മെയിൻലി ട്രംപാണ് അതിൻ്റെ കാരണം. അയാൾ പിന്നെ ഈ ട്രേഡ് സാങ്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയിലെ മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയത്. ഇല്ല, അമേരിക്ക ഷെയർ ഇല്ല. ഞാൻ തുടങ്ങണമെന്നും കണ്ട് ഇരിക്കുകയായിരുന്നു, പക്ഷെ തുടങ്ങിയില്ല. അമേരിക്കൻ ഷെയറും ഡൗണാ. കാരണം എപ്പോഴത്തേക്ക് ആണെങ്കിലും ബിസിനസ്, കാരണം ഈ ട്രേഡ് വാർ ആകുമ്പോഴുണ്ടല്ലോ ഈ രണ്ട് രാജ്യത്തെ എഫക്റ്റ് ചെയ്യും. കാരണം ഒരു രാജ്യത്തെ മാത്രമല്ല. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങിച്ച് അമേരിക്കയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും കമ്പനികളല്ലേ ഇത് വിൽക്കുന്നത്. ഇപ്പോൾ വാൾമാർട്ടോ അല്ലെങ്കിൽ ആമസോണോ അങ്ങനെയുള്ള കമ്പനികളല്ലേ ഈ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സാധനങ്ങൾ വില കൂട്ടിയേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അവരുടെ സെയിൽസ് കുറയും, അപ്പോൾ അവരുടെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അവർക്കും ബാധകമാണ്, ഇവിടെയും ബാധകമാണ്. ആർക്ക് വേണേലും ചെയ്യാം, സാധാരണക്കാർക്കും ചെയ്യണമെന്നുമാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം ഈ നമ്മുടെ ഇൻഫ്ലേഷൻ ഫോർ എക്സാമ്പിൾ ആവറേജ് 5% ഒക്കെ ആകുമ്പോൾ അതിൻ്റെ നമ്മൾ ബാങ്കിൽ മാത്രമായിട്ട് നമ്മൾ ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ബാങ്കിൽ തന്നെ 7% ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻഫ്ലേഷൻ ഇവിടെ 6%. അപ്പോൾ നമ്മുടെ നെറ്റ് റിട്ടേൺ എത്രയാണ്? 1%. അതുകൊണ്ടൊന്നും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഫ്യൂച്ചറിൽ. അതേസമയം ഷെയർ ആണെങ്കിൽ എത്രയൊക്കെയാണെങ്കിലും അതൊരു ലോങ് ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 13% 12% നമുക്ക് റിട്ടേൺ തരും. അപ്പോൾ ഇൻഫ്ലേഷൻ കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരു 5 to 7% നമുക്ക് പ്രോഫിറ്റ് വരും. അപ്പോൾ അന്നേരം നമുക്കത് പ്രയോജനപ്പെടും. ഈ വാല്യൂ, രൂപയുടെ വാല്യൂ അനുസരിച്ച് നമുക്കത് പിന്നെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും, എല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് ഇടണമെന്നും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. കുറച്ച് പിന്നെ ഈക്വിറ്റിയിൽ ഇത്ര പെർസെൻറ്റേജ് ഈക്വിറ്റി, ഇത്ര പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ്, ഇത്ര പെർസെൻറ്റേജ് സ്വർണം, ഇങ്ങനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും വറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പം നല്ലപോലെ ലോസിൽ നിൽക്കുകയാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലപോലെ ലോസിൽ നിൽക്കുകയാണ്. പക്ഷേ ഐ എം നോട്ട് വറീഡ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു 20% മാർക്കറ്റ് ഡൗൺ ആയാലും ഐ എം നോട്ട് ബോതഡ്.
നേരത്തെ തന്നെ മനസ്സിലെ പ്ലാനാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്, മനസ്സിലായല്ലേ? ഇപ്പം ഞാൻ അപ്പോൾ ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഞാൻ ഉണ്ടാക്കിയ പൈസ തന്നെയല്ലേ പോകുന്നത്, അതിൻ്റെ ലാഭത്തിൽ നിന്നാണ് പോയത്. അപ്പോൾ ഇല്ലില്ല, നമ്മുടെ മുതൽ മുടക്ക് ഒരിക്കലും പോയിട്ട്, കാരണം മുതൽ മുടക്ക് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പൈസയും നമുക്ക് കുറവ് വന്നിട്ടില്ല, കാരണം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൂടി വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു നീണ്ട കഥയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലർക്കും ഇത് പ്രയോജനപ്പെട്ടതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ഈ ജീവിതയാത്രയിൽ, അതായത് നാട്ടിൽ ജനിച്ചു വളർന്ന സമയവും ഡൽഹി പോയ സമയം, കുവൈറ്റ് വാറ്, തിരിച്ചു പോയത്, ഇപ്പോഴത്തെ ലൈഫ്, ഇതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന സമയം ഏതാണ്? അത് പറയാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഏറ്റവും എൻജോയ് ചെയ്തതാണെങ്കിൽ, കാരണം ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്, ഓരോ സമയം. പക്ഷേ ഡൽഹിയിലെ ലൈഫ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, കാരണം അവിടെ ബാച്ചുലറാണ്. ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുക, വീട്ടിൽ വരിക, നല്ല അന്നമ്മയില്ലല്ലോ, നല്ല കൂട്ടുകാരാണ്, വളരെ സന്തോഷകരമായിട്ടായിരുന്നു അവിടുന്ന് പറിച്ചു കേട്ടാണ് കുവൈറ്റ് ചെല്ലുന്നതും നല്ല സന്തോഷമായിരുന്നു. അപ്പം കുടുംബമായി, കുഞ്ഞുങ്ങളായി, പിന്നെ അവിടുത്തെ എന്താ പറയുക ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇൻവോൾവായി, ചർച്ച് ആക്ടിവിറ്റീസിലൊക്കെ കൂടുതൽ ഇൻവോൾവായി. പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഇടവകയുടെ പിന്നെ അക്കൗണ്ടന്റ്, ഇടവകയുടെ ട്രസ്റ്റി, അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷകരമായിരുന്നു. നാട്ടിൽ ഇപ്പോൾ വന്നപ്പോഴും ഇവിടെ അതിൻ്റേതായിട്ടുള്ള, നാട്ടിൽ വരുന്നവരോട് ഞാൻ ഒരു കാര്യം പറയും, കയ്യിൽ കാശുണ്ടെങ്കിൽ നാട്ടിലെ ജീവിതം വളരെ സുഖമാണ്. കയ്യിൽ കാശില്ലെങ്കിൽ വലിയ പ്രയാസമായി ഇവിടെ, കാരണം മെഡിക്കൽ ബില്ലും മറ്റേതും മറിച്ചതും, പിന്നെ പാർട്ടി ഡൊണേഷൻ, ചർച്ച് ഡൊണേഷൻസ്, ഇങ്ങനെ ഇവിടെ വരുമാനമില്ലല്ലോ, ചിലവുകളേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ആണ് കയ്യിൽ, പക്ഷേ നമുക്ക് അതിനുള്ള സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിഷമവുമില്ല. നാട്ടിൽ കാരണം വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, റിട്ടയർമെൻറ്റ് ലൈഫ് റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് നമുക്ക് കഴിയാം. ഇപ്പോഴും ഞാൻ ചർച്ചിന്റെ വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ കുവൈറ്റ് വന്നു കഴിഞ്ഞപ്പം ഇപ്പം ചർച്ചിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ 2 വർഷവും ഞാൻ തന്നെയായിരുന്നു, ഈ വർഷവും ഞാൻ തന്നെയാണ് വൈസ് പ്രസിഡന്റ്. ഈ പുതിയ വർഷവും തെരഞ്ഞെടുപ്പിലും ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ, കാരണം ഇവിടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് കുറച്ചൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ ഇൻവോൾവ് ആകുന്നില്ല, കാരണം നമുക്കിപ്പം പ്രായമൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ അതിനകത്തൊന്നും കൂടുതലായിട്ട് ഇൻവോൾവ് ആകാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ആരോഗ്യം ദൈവം തരികയാണെങ്കിൽ മറ്റുള്ള കുറേ സൈറ്റ് സീയിങ്ങിനോ അവിടെ ഇവിടെയൊക്കെ പോകണമെന്ന്, യാത്രകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആരോഗ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഫിഷ് മോളിയാണ്. അല്ലാതെ ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുവൈറ്റിലിരിക്കുമ്പോഴേ, ഞാൻ ഈ ട്രസ്റ്റിയായിട്ടൊക്കെ ഇരിക്കുമ്പം ഈ വരുന്ന ഡിഗ്നിറ്ററീസ്, തിരുമേനിമാരെയും അച്ഛന്മാരെയും ഒക്കെ വീട്ടിൽ വിളിച്ച് ഊണ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഊണ് കൊടുക്കുമ്പം ഞങ്ങൾ അവർക്ക് ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ എന്തോ ക്രമീകരിക്കുന്നതനുസരിച്ച് ചെയ്യുമ്പം ഇവള് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന 2 പലഹാരം, ഒന്ന് കട്ട്ലേറ്റ്, ഫിഷ് കട്ട്ലേറ്റും ഫിഷ് മോളിയും ഉണ്ടാക്കും. ഈ വരുന്നവർക്കെല്ലാം ഇത് വളരെ പ്രിയമാണ്. ഈ അടുത്തിടയിലും എന്നെ ഒരു അച്ഛൻ കണ്ടപ്പം പറഞ്ഞു, മോളിയമ്മയോട് പറയണം കേട്ടോ, മോളിയമ്മയുടെ മോളിക്കറി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. പൊതുവേ മോൾക്കുട്ടിയുടെ കുക്കിങ് എല്ലാം നല്ലതാണ്, പൊതുവേ നല്ലതാണ്. കാരണം മോൾക്കുട്ടിക്കും ട്രെയിനിങ് കിട്ടി. ആദ്യം എൻ്റെ പെങ്ങൾ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ട്രെയിനിങ് കിട്ടി, പിന്നെ തന്നെത്താനെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്തിങ്ങനെ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് ആളെ ഒത്തിരിയൊക്കെ പെർഫെക്റ്റ് ആയി. എല്ലാം കുക്കിങ് നല്ലതാണ്. വരുന്ന തലമുറയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വരുന്ന തലമുറയോട് ഞാനിത് പറയാനുള്ളത്, നമ്മുടെ വരവിൽ കവിഞ്ഞ് നിങ്ങൾ ചിലവാക്കരുത്. അതൊരു മസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഈ യങ് ജനറേഷൻ ചുമ്മാതെ കണ്ട് പോയി അവർ വിൻഡോ ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് വേണ്ടതും വേണ്ടാത്തതുള്ള ഈ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഒത്തിരി ഹൈ പ്രൈസ് കൊടുത്ത് ഇവർ വാങ്ങിച്ചിട്ട് ഒരു വട്ടം ഇടും, അല്ലെങ്കിൽ 2 വട്ടം ഇട്ടിട്ട് പിന്നെ മടക്കി, ഇപ്പോൾ കബോർഡിനകത്തും സ്ഥലമില്ല, അവരോട്ട് ഉപയോഗിക്കുന്നുമില്ല. അങ്ങനെ ഒത്തിരി പൈസയൊന്നും
കളഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, വെൽ ബിഹേവ്ഡ് ആയിരിക്കണം. പിന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അവർ സിൻസിയറായിട്ട് ചെയ്യണം. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ഇത്രയും ഉയരാനായിട്ടുള്ള കാരണം കൊണ്ട് എന്നുള്ള മെയിൻലി ഞാൻ പറയും ഹോണസ്റ്റി, സിൻസിയറിറ്റി. ഇത് രണ്ടും നമ്മളൊരു എംപ്ലോയറുടെ അടുത്ത് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവർ നമ്മളെ റിവാർഡ് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ. ആദ്യം ചിലപ്പോൾ ഇച്ചിരി ഇതായിരിക്കും, നമ്മളെ മനസ്സിലാക്കാനായിട്ട് അവർ സമയം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഇൻഡിസ്പെൻസിബിളായിട്ട് മാറും. ഈ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ അവർ വളരെ മീൻസ് ഹോണസ്റ്റായിട്ടും അതായത് സിൻസിയറായിട്ടും അവരുടെ മാക്സിമം എഫേർട്ട്സ് ആയിട്ട് കൊടുത്ത് ജോലി ചെയ്യാമെന്നുണ്ടല്ലോ, ദേ വിൽ ഷൈൻ ഇൻ ദെയർ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, യു ഡു യുവർ ജോബ്, വൺ ഡേ someone will recognize you one day. യാതൊരു സംശയമില്ല. അങ്ങനെ ഇരിക്കും. അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വരുന്ന തലമുറയോട്, കുക്കിങ്ങിനെ പറ്റിയോ ലൈഫിനെ പറ്റിയോ? ഞാൻ പറയാം, അവനവന് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. എന്നും റെസ്റ്റോറൻറ്റിലൊന്നും പോവില്ല, അസുഖങ്ങൾ വരുത്തും. പിന്നെ നമ്മുടെ മണിയും പോകും. പിന്നെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ്. കാരണം അമ്മമ്മയെ പറ്റി പറയുമ്പോൾ അമ്മമ്മയ്ക്ക് ഒരു ചെറിയ ബ്രെയിൻ സർജറി ഒക്കെ ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും അതിൽ നിന്ന് ഇപ്പോഴും നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള മെയിൻ കാരണം അമ്മമ്മ എപ്പോഴും ആക്റ്റീവാണ്. അമ്മമ്മയെ നമുക്ക് ഇരുന്ന് കാണുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നമ്മുടെ പരിമിതി ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എത്ര ആക്റ്റീവ് ആകാൻ പറ്റുമോ അത്ര ആക്റ്റീവായിട്ട് കീപ് യുവർ സെൽഫ് ബിസി. താങ്ക് യു. ഓക്കെ, ഇത്രയും സമയം ഇത് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങൾക്ക് ഇത് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ, അത് കുവൈറ്റ് വാറിനെ പറ്റി ആയിരിക്കാം, നിങ്ങളുടെ ജീവിത യാത്രയെ പറ്റി ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളിൽ പലരും, നമ്മൾക്കറിയാം, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഒരു നല്ല കാലം നമുക്കെല്ലാവർക്കും വരുന്നത്. നമ്മൾ പലരും അത് മറ്റുള്ളവരോട് പറയാറുണ്ട്, എനിക്കൊരു കഷ്ടപ്പാടുള്ള ഒരു കാലമുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പഠിച്ചു, ജോലി കിട്ടി, നന്നായിട്ട് പോകുന്നു. നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരോട് പറയാറുണ്ടോ നമ്മൾ എങ്ങനെയാണ് ഈ സമ്പാദിച്ചത്, എങ്ങനെയാണ് ജോലി ചെയ്ത് ശമ്പളം കിട്ടി, അല്ലാതെ അതിനപ്പുറമായിട്ട് നമുക്ക് മറ്റു പല മാർഗങ്ങളുമുണ്ട്. നമ്മുടെ സമ്പത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ, അതായത് പറഞ്ഞതുപോലെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് നമ്മളിൽ ആരെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇവിടെ മിസ്റ്റർ സോമൻ മത്തായി നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടം വരെ എത്തി, സമ്പാദിച്ചത് എങ്ങനെയാണ്, ഇനിയുള്ള കാലത്തേക്ക് എങ്ങനെയാണ് ആ സമ്പാദ്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ളത് ഇന്നേ തന്നെ കരുതണം. ഇനിയുള്ള കാലം ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സമ്പാദ്യം അല്ല അവരുടെ വരുമാനം അവർക്ക് തന്നെ തികയത്തില്ലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അവരോട് പറയുന്നത് അത് ശരിയാണോ? നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഇന്നേ തന്നെ കരുതണം. അതൊരിക്കലും വിചാരിക്കരുത് കുട്ടികൾക്ക് നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഒരുപക്ഷെ അവരുടെ വരുമാനം അവർക്ക് തന്നെ തികയുന്നില്ല, അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ വരും കാലത്തിലേക്ക് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ സമ്പാദിച്ചു വെക്കുക. പിന്നെ നമ്മളെപ്പോഴും ഓർക്കണം, എൻ്റെ ഫാദർ പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്നോട് പറയുമായിരുന്നു, എന്നോടല്ല എപ്പോഴും എൻ്റെ അമ്മയെ നോക്കി പറയുമായിരുന്നു, ഇവരെല്ലാം പുലർക്കാലെ പോകും പെണ്ണെ, പിന്നെ നീയും ഞാനും തനിച്ചേ ഉള്ളൂ എന്ന്. അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. കുട്ടികളെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകും, അതിന് നമ്മൾക്കവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ഇന്ന് തന്നെ നമ്മൾ കരുതുക. ഇപ്പോൾ ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.